30 ലക്ഷം രൂപ ഇവർ ചോദിച്ചിരുന്നു. 3 ലക്ഷം രൂപയാണ് കോടതിയിൽ നിന്ന് അനുവദിച്ചിട്ടുള്ളത്. ഫിലിം ആക്ടർ രവിമോഹൻ്റെ അതുപോലെ തന്നെ ആരതി ഇവരുടെ ഒരു ഡിവോഴ്സിനോടനുബന്ധിച്ച് കോർട്ടിൻ്റെ ഒരു ഓർഡറിനെ ബേസ് ചെയ്തിട്ട് ആരതിയുടെ അമ്മ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ന്യൂസ് റിപ്പോർട്ടേഴ്സിന് കൊടുത്തതാണ്. ഒരു റീൽ, ആ റീലിനെ ബേസ് ചെയ്ത് ഞാൻ നിങ്ങളോടൊന്ന് സംസാരിക്കാമെന്നാണ് കരുതിയത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു കല്യാണം, അതല്ലെങ്കിൽ ആ കല്യാണത്തോടനുബന്ധിച്ച് ഫാമിലി ബിസിനസ്സുകൾ ആ ഒരു പെർസ്പെക്റ്റീവിലൊക്കെ മുന്നോട്ട് റിലേഷൻഷിപ്പിൽ തന്നെ ബിസിനസ്സുകൾ ചെയ്യുകയും അതുപോലെ തന്നെ റിലേഷൻഷിപ്പിൽ ഫൈനാൻഷ്യൽ ക്ലാരിറ്റി ഇല്ലാതെ പോകുന്നതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തെല്ലാം ഉണ്ട് എന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ ഒരു വീഡിയോ ഏതാണ്ട് 4 മിനിറ്റത്തോളം ഉണ്ട്. അതിൽ ആദ്യത്തെ ഒരു 1.5 മിനിറ്റാണ് വളരെ ക്രൂഷ്യലായിട്ട് അത് പറയുന്നുണ്ട്. കാരണം ഒരു കുടുംബം മുന്നോട്ട് പോകണമെങ്കിൽ അവിടെ നല്ല വാല്യൂ സിസ്റ്റം ഉണ്ടായിരിക്കണം, ഒരു സന്തോഷത്തോടെ പോകണം, നല്ല വാല്യൂ സിസ്റ്റം ഉണ്ടായിരിക്കണം, അവർക്ക് ആ ഒരു റെസ്പോൺസിബിലിറ്റീസ് വളരെ കൃത്യമായിട്ട് ഷെയർ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു രീതിയിലായിരിക്കണം. ഇതിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്കൊന്ന് കേൾക്കാം. 30 ലക്ഷം രൂപ கேட்டாங்க, ஆனால் 3 ലക്ഷം രൂപ தான் கொடுத்துருக்காங்க. 30 ലക്ഷം രൂപ ഇവർ ചോദിച്ചിരുന്നു. 3 ലക്ഷം രൂപയാണ് കോടതിയിൽ നിന്ന് അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ ആ 30 ലക്ഷം രൂപയുടെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള ഒരു ക്ലാരിറ്റി അവിടെ ഇല്ലാത്തത് കൊണ്ടാണ് 3 ലക്ഷം രൂപയായിട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു കുടുംബത്തിന് ഒരു മാസം ജീവിക്കുന്നതിന് 30 ലക്ഷം രൂപ ആവശ്യമുണ്ടോ എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം. എന്ത് സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ്, എന്താണ് എന്നുള്ളത് കോടതിയിൽ വളരെ കൃത്യമായിട്ടുള്ള തെളിവുകളോടുകൂടി തന്നെ നമുക്കത് സ്റ്റേറ്റ് ചെയ്യണം. കാരണം ട്രാക്ക് റെക്കോർഡുകൾ കൊടുക്കണം, എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്നും എന്തിനാണ് എന്നുള്ള അതിലെന്തെങ്കിലുമൊക്കെ കൃത്യത ഇല്ലാത്തത് കൊണ്ടാണ് 30 ലക്ഷത്തിൻ്റെ സ്ഥാനത്ത് 3 ലക്ഷം ചോദിച്ചിരിക്കുന്നത്. അടുത്തത് 40 ലക്ഷം രൂപ எப்படி கொடுக்க முடியும் அப்படின்னு சொல்லி நிறைய பேர் கேள்வி கேட்டுட்டு இருக்காங்க, பேசிட்டு இருக்காங்க, சொல்லியிருக்கேன். സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ആൾക്കാർ 40 ലക്ഷത്തിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ, ഒരു മാസം അത്രയും രീതിയിലുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. അതാണ് അവർ ഉന്നയിച്ചിരിക്കുന്ന രണ്ടാമത്തെ. இருந்தாலும் சிலது நான் உங்களுக்கு டீட்டெயிலாக சொல்லலான்னு இருக்கேன். அதில் அதுக்கு உண்மையாக சொல்லணும்னா கோர்ட்டுக்கு நான் நன்றி சொல்கிறேன். ஏன்னா உங்களுக்கு தெரியாத விஷயம், 10 பேஜ் ஜட்ஜ்மெண்ட். இது வெறும் அந்த ஒரு 3 லட்சம் கிடையாது, 10 பேஜ் ஜட்ஜ்மெண்ட். அந்த 10 பேஜில் எந்த அளவுக்கு சாதகமாக வந்திருக்குன்னா அது வெளியே வரல. அதாவது இந்த 40 லட்சம் நாங்கள் கேட்கலைங்க. நாங்கள் கேட்கலன்னா மொத்தமாக ஒரு மெயின்டெனன்ஸாக கேட்கல மந்த்லி. அது பெரிய விஷயம். எல்லாருக்கும் அந்த 40 லட்சம் ரூபாய் பெரிய விஷயம். ஆனால் எங்கள் தலையில் நிறைய கடன் இருக்கு. அவங்க ഫാമിലി ബിസിനസ്സുകൾ ചെയ്തപ്പോൾ ഉണ്ടായിരിക്കുന്ന നഷ്ടം ആണ് വന്നേക്കുന്നു. അതിലൊരു കടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം മന്ത്ലി മെയിൻ്റനൻസിനല്ല 40 ലക്ഷം ചോദിച്ചതെന്നുള്ള ക്ലാരിറ്റി ഇതിൻ്റെ അമ്മ പറയുന്നുണ്ട്. ഇനി വെച്ചിട്ട് പോன കടൻ நிறைய இருக்கு. രവിമോഹൻ ഇവരുമായിട്ട് അസോസിയേറ്റ് ചെയ്തേക്കുന്നതിൽ ടേംസിനകത്ത് എന്തൊക്കെയാണ് ഫൈനാൻഷ്യൽ ലോസസ് ഉണ്ടാക്കിയേക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിൽ വർക്കുന്ന ഫൈനാൻഷ്യൽ കോൺട്രാക്ട്സുകൾ എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഫാമിലി ബിസിനസ്സുകളാണ് നടത്തുന്നതെങ്കിലും നമ്മുടെ ജോബ് റോൾസുകൾ എന്താണ്, അവിടുത്തെ SOPs എന്താണ്, എങ്ങനെയാണ് അതിൻ്റെ ബിസിനസ്സിൻ്റെ സ്ട്രാറ്റജി, അവരുടെ ജോബ് റോൾസ് എന്താണ്, ഇത് വളരെ ക്ലാരിറ്റി ആയിട്ട് പ്രിപ്പയർ ചെയ്തില്ല എങ്കിൽ ഈ ഒരു ഡിഫിക്കൽട്ടീസ് സംഭവിക്കാം. അവർ വളരെ ഇമോഷണലായിട്ട് സംസാരിക്കുന്നു. 2 வருஷமாக குழந்தைங்களுக்கு எந்த சலுகையும் இல்லை, ചെലവ് കൊടുക്കുന്നില്ല. அட்லீஸ்ட் சாப்பாட்டு கூட கொடுக்கல. சாப்பாட்டுக்கு இல்லாமல் இருக்கீங்களான்னு நீங்கள் கேட்கலாம். ஆனால் அது நம்ம கடமை. பெத்த பசங்களை நம்ம பார்த்துக்கிறது நம்ம கடமை. அந்த கடமை ஆஸ் அ பேரண்ட்ஸாக நாங்கள் எங்கள் குழந்தைங்களுக்கு பண்ணலாம். ஆனால் உங்கள் குழந்தைங்களுக்கு நீங்கள் தான் பண்ணணும். ഇതിൽ പറഞ്ഞേക്കുന്ന ഒരു കാര്യത്തിൽ എനിക്ക് വിയോജിപ്പല്ല. ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്രയും ഏജ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കാര്യങ്ങൾ വളരെ ദീർഘവീക്ഷണത്തോടു കൂടി കാണേണ്ട ആൾക്കാർ തന്നെ വേർതിരിവുകളോടുകൂടി കണക്കാക്കുമ്പോൾ
അവിടെ ബുദ്ധിമുട്ടുകളുണ്ടാകും എന്നാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ മാത്രം എനിക്ക് പറയാനുള്ളത്. ஸ்கூல் ஃபீஸ் கிடையாது, சாப்பாட்டுக்கு கிடையாது, அவங்களோட ஆக்டிவிட்டீஸ், டியூஷன் ஃபீஸ் எல்லாமே வந்துட்டு எதுவுமே கிடையாது. அது மட்டும் இல்லாமல் அவங்க விட்டு போன கடன் கூட கட்டாம வீடு ஜப்திக்கு வந்து ஐசிஐசிஐ பேங்க்ல வந்து നോട്ടീസ് കൂടെ വിട്ടിട്ട് പോണാങ്ക. ഓക്കെ, ഇനിയും ഈ വീഡിയോ കുറച്ചുകൂടെ ഉണ്ട്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരേ ഒരു കാര്യം, എന്തു തന്നെയായിരുന്നാലും ഫൈനാൻഷ്യൽ ക്ലാരിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ഓരോ ഇൻഡിവിജ്വലും, അതായത് നിങ്ങൾ പഠനമെല്ലാം കഴിഞ്ഞ് സ്വന്തം കാലിൽ നിൽക്കാൻ തീരുമാനിക്കുന്ന സമയം തൊട്ട് വളരെ കൃത്യമായിട്ട് നമ്മൾ ഫൈനാൻഷ്യൽ ലിറ്ററസി നമ്മൾ തന്നെ ആർജിക്കേണ്ടതുണ്ട്. കാരണം എന്തുകൊണ്ടെന്നാൽ നമ്മുടെ സ്കൂളുകൾ, നമ്മുടെ സൊസൈറ്റിയൊക്കെ നമ്മളെ പഠിപ്പിക്കുകയും നമുക്ക് മനസ്സിലാക്കി തരികയും ചെയ്യുന്നത് എങ്ങനെയാണ് പൈസ ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. എങ്കിൽ അതെങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടതെന്നും അവിടെ എങ്ങനെ ഡിസ്പ്യൂട്ട്സുകൾ ഒഴിവാക്കാമെന്നും അൺവാണ്ടഡ് ഇമോഷണൽ കോൺവെർസേഷനിലൂടെ അന്യോന്യം മുറിവുപെടുത്താതെ, അതല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്കും അച്ഛനമ്മമാർക്കും സഹോദരങ്ങൾക്കും ഒന്നും ബുദ്ധിമുട്ടില്ലാതെ എങ്ങനെ മാനേജ് ചെയ്യപ്പെടാമെന്ന് നമ്മൾ തന്നെയാണ് കണ്ടെത്തേണ്ടത്. സോ ഓൾവേസ് പ്ലാൻ വെൽ ഫോർ യുവർ ബ്രൈറ്റ് ഫ്യൂച്ചർ.